ഹായ് ഹലോ, ദേവോസ് ജോസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അപ്പം നമുക്കിന്ന് അടിപൊളി ടേസ്റ്റിലൊരു മാമ്പഴ പുളിശ്ശേരി ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കിയാലോ. ഇപ്പോൾ പഴമാങ്ങയുടെ സീസണാണല്ലോ. ഇനിയും ഉണ്ടാക്കാത്തവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഇത് തയ്യാറാക്കി നോക്കണേ. അടിപൊളി ടേസ്റ്റുള്ളൊരു കറിയാണ്. പുതിയ കൂട്ടുകാർ ആരെങ്കിലും ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നതെങ്കിൽ വീഡിയോസൊക്കെ ഇഷ്ടമാവുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. കൂടാതെ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും ഹൈപ്പ് ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ. നല്ല പഴുത്ത നാട്ടുമാങ്ങയാണ് ഞാൻ മാമ്പഴ പുളിശ്ശേരിക്ക് എടുത്തിരിക്കുന്നത്. ഇനി ഇതിൻ്റെ തോലൊക്കെ കളഞ്ഞ് വൃത്തിയാക്കി കഴിയതിന് ശേഷം അതൊരു മൺചട്ടിയിലേക്ക് മാറ്റി കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് പച്ചമുളക്, ഒരു 1/4 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി, കുറച്ച് വെള്ളം, ഉപ്പ് ആവശ്യത്തിന് ഇതെല്ലാം കൂടി ഒഴിച്ച് നന്നായിട്ടൊന്ന് നമുക്ക് തിളപ്പിച്ചെടുക്കാം. അപ്പം നമ്മൾ വെച്ചിരുന്ന പഴമാങ്ങയെല്ലാം ഒന്ന് തിളച്ച് നന്നായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇനി അതിലേക്ക് നമുക്ക് കുറച്ച് നെയ്യൊന്ന് ഒഴിച്ചു കൊടുക്കാം. ഇനി ഇത് ഇവിടെ ഇരുന്ന് വെള്ളമൊക്കെ വറ്റി കുറുകുമ്പോഴത്തേക്ക് നമുക്ക് അരപ്പ് തയ്യാറാക്കാം. അരപ്പ് തയ്യാറാക്കാനായിട്ട് അരമുറി തേങ്ങ ചിരകിയത്, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/4 ടീസ്പൂൺ നല്ല ജീരകം, ഒരു 4-5 അല്ലി വെളുത്തുള്ളിയാണ് എടുത്തിരിക്കുന്നത്. ഇനി ഇത് നമുക്ക് നന്നായിട്ടൊന്ന് അരച്ചെടുത്തുകൊണ്ട് വരാം. അപ്പം തേങ്ങയെല്ലാം ഞാൻ നന്നായിട്ടൊന്ന് അരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് മാങ്ങ എന്തായെന്ന് നോക്കാം. അപ്പോൾ നമ്മുടെ മാങ്ങയെല്ലാം നന്നായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് കുറച്ച് ശർക്കര ഉരുക്കിയതൊന്ന് ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്ക് ഇതിലേക്ക് അരച്ചു വെച്ചിരിക്കുന്ന അരപ്പ് ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി നമുക്ക് ഇതിലേക്ക് വേണ്ടത് അധികം പുളിയില്ലാത്ത നല്ല കട്ടത്തൈരാണ്. ഇത് ഞാൻ വീട്ടിൽ തന്നെ ഉറയൊഴിച്ചെടുക്കുന്ന തൈരാണ്. ഒരു മിക്സിയുടെ ജാറിലേക്ക് ആവശ്യത്തിന് തൈരെടുത്ത് ഒന്ന് കറക്കിയതിന് ശേഷം നമ്മൾ വെന്ത് വെച്ചിരിക്കുന്ന പഴമാങ്ങയുടെ കൂട്ടിലേക്ക് അതൊന്ന് ഒഴിച്ചു കൊടുത്ത് നന്നായിട്ടൊന്ന് ചൂടാക്കിയെടുക്കാം. തൈര് ഒഴിച്ച് കഴിഞ്ഞാൽ പിന്നെ അത് തിളയ്ക്കാൻ പാടില്ല, അത് പിരിഞ്ഞു പോകും. ഇനി ഇതൊരു സൈഡിലേക്ക് മാറ്റിയതിന് ശേഷം ഒരു ചീനച്ചട്ടി എടുത്ത് അടുപ്പത്ത് വെച്ച് ഓയിലെല്ലാം നെയ്യാണ് ഒഴിച്ച് കൊടുക്കുന്നത്. നെയ്യെല്ലാം ഒന്ന് ചൂടായി കഴിയുമ്പോൾ അതിലേക്ക് കടുകിട്ട് കൊടുക്കുന്നുണ്ട്. കടുകെല്ലാം പൊട്ടിക്കഴിയുമ്പോൾ അതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന ഉള്ളി, കറിവേപ്പില, വറ്റൽമുളകെല്ലാം കൂടി ഇട്ട് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കുന്നുണ്ട്. ഇനി ഇത് മെല്ലെ നമ്മുടെ കറിയിലേക്ക് ഒഴിച്ച് വട്ടത്തിലൊന്ന് ചുറ്റിച്ച് ഒഴിച്ചു കൊടുക്കാം. വീട്ടിലുള്ള സാധനങ്ങൾ കൊണ്ട് അടിപൊളിയായിട്ട് വളരെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയ ഒരു കറിയാണ് മാമ്പഴ പുളിശ്ശേരിയെ. ചൂട് ചോറിൻ്റെ കൂടെയൊക്കെ കഴിക്കാനായിട്ട് അടിപൊളി ഒരു കറിയാണ് ഇത്. വേറെ കറിയൊന്നും വേണ്ട, ഈ ഒരൊറ്റ കറി മാത്രം മതി ഒരു കിണ്ണം ചോറുണ്ണാനായിട്ട്. ചെറിയ എരിവും മധുരവും പുളിയൊക്കെ ആയതുകൊണ്ട് കുഞ്ഞു മക്കളൊക്കെ ഉണ്ടെങ്കിൽ അവർ ചോദിച്ച് വാങ്ങിക്കഴിക്കും. അവർക്കൊക്കെ ഒരുപാട് ഇഷ്ടമാവും. അപ്പം ഇനിയും മാമ്പഴ സീസൺ കഴിയാറായി. ഉണ്ടാക്കി നോക്കാത്തവരുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഉണ്ടാക്കി നോക്കണേ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. ടാറ്റാ, ബൈ ബൈ.